ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് FC ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. 1-3 ഗോളുകൾക്ക് ബെൻഫിക്കയെ അവർ പരാജയപ്പെടുത്തി. ലാമിൻ യമാലും റഫീഞ്ഞയുമാണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. 2 ഗോളുകൾ നേടാൻ റഫീഞ്ഞയ്ക്ക് ഈ ഒരു മത്സരത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് റഫീഞ്ഞ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിലെ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബാഴ്സ തന്നെ എല്ലാ കോമ്പറ്റീഷനിലെയും കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 27 ഗോളുകൾ റാഫീഞ്ഞ നേടിയിട്ടുണ്ട്, 19 അസിസ്റ്റുകൾ, അതുപോലെ തന്നെ ആകെ 46 ഗോൾ പങ്കാളിത്തങ്ങൾ ഈ സീസണിൽ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു അപൂർവ റെക്കോർഡിൻ്റെ അരികിലാണ് ഇപ്പോൾ റാഫീഞ്ഞയുള്ളത്. അതായത് ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കുന്ന രണ്ടാമത്തെ താരമായി മാറാൻ റാഫീഞ്ഞയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. അതായത് 2011-12 സീസണിൽ മെസ്സി 19 ഗോൾ പങ്കാളിത്തങ്ങൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു സീസണിൽ വഹിച്ചിരുന്നു. നിലവിൽ റാഫീഞ്ഞ രണ്ടാം സ്ഥാനത്താണ്. ഈ സീസണിൽ 16 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 11 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൽ മാത്രമായിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. മെസ്സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അന്ന് അദ്ദേഹം 14 ഗോളുകളും 5 അസിസ്റ്റുകളുമായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഏതായാലും മെസ്സിയുടെ റെക്കോർഡ് തകർക്കാൻ ഇനിയും റാഫീഞ്ഞയ്ക്ക് മുന്നിൽ അവസരങ്ങളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത്തവണത്തെ ബാലൻ ഡിയോർ പുരസ്കാര സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് റാഫീഞ്ഞ. കാരണം മുഹമ്മദ് സല ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ റാഫീഞ്ഞയ്ക്ക് വലിയ ഒരു മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് റാഫീഞ്ഞ സംസാരിക്കുകയും ചെയ്തിരുന്നു. ബാലൻ ഡിയോർ അല്ല തൻ്റെ ലക്ഷ്യം എന്നാണ് റാഫീഞ്ഞ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറിച്ച് തനിക്ക് ബാഴ്സക്ക് സാധ്യമായ അത്രയും കിരീടങ്ങൾ നേടിക്കൊടുക്കണമെന്ന് റാഫീഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ലക്ഷ്യം ബാലൻ ഡിയോർ പുരസ്കാരമല്ല, മറിച്ച് ഈ സീസണിൽ സാധ്യമാകും അത്രയും കിരീടങ്ങൾ FC ബാഴ്സലോണക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും കൂടുതൽ ഇംപ്രൂവ് ആവണം. വ്യക്തിഗത അവാർഡുകൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും കളിക്കാറില്ല. ഞാൻ കളിക്കാറുള്ളത് ടീമിന് വേണ്ടിയും ബാഡ്ജിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയുമാണ്. ഇതാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത്ഭുതകരമായ ഒരു മാറ്റം തന്നെയാണ് അദ്ദേഹത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന് നൽകേണ്ടി വരും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.